നമസ്കാരം. 2 ദിവസത്തെ US സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ DC-യിൽ എത്തിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, ഊർജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക പങ്കാളിത്തം, തന്ത്രപരമായ സഹകരണം എന്നിവയുൾപ്പെടെ പരസ്പര താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ-US പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് മോദി പറഞ്ഞിരുന്നു. എക്സിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ട്രംപിനെ കാണാനും ഇന്ത്യ-USA സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മോദി എക്സിൽ കുറിച്ചത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പ്രയോജനത്തിനും ലോകത്തിന്റെ മികച്ച ഭാവിക്കും അമേരിക്കയും ഇന്ത്യയും യോജിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് മോദി കൂട്ടിച്ചേർത്തിരുന്നു. ഫെബ്രുവരി 5-ന് 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സൈനിക വിമാനത്തിൽ ബന്ദികളെ പോലെ വിലങ്ങുവെച്ച് കുടിയേറ്റക്കാരെ നാടുകടത്തിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. US-ൽ താമസിക്കുന്ന 487 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൂടി അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ ഉടൻ നാടുകടത്തുമെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. കുടിയേറ്റക്കാരുടെ നാടുകടത്തലിൽ ഇന്ത്യയുടെ ആശങ്ക മോദി ട്രംപിനെ അറിയിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ട്രംപ് 2ാം തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മോദിയുടെ ആദ്യ US സന്ദർശനമാണിത്. ട്രംപ് പ്രസിഡന്റായതിനു ശേഷം അമേരിക്കയിലെത്തുന്ന 4ാമത്തെ മാത്രം ലോക നേതാവാണ് മോദി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ജപ്പാനിലെ ഷിംഗെരു ഇഷിബ, ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരാണ് നേരത്തെ US സന്ദർശിച്ചത്. US-ലായിരിക്കുമ്പോൾ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന വിശിഷ്ടാതിഥികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഗസ്റ്റ് ഹൗസായ ബ്ലെയർ ഹൗസിലാണ് പ്രധാനമന്ത്രി താമസിക്കുക. ലോകത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഹോട്ടൽ എന്നും അറിയപ്പെടുന്ന ബ്ലെയർ ഹൗസ് മുൻകാലങ്ങളിൽ പ്രസിഡന്റുമാർ, രാജകുടുംബാംഗങ്ങൾ, ലോക നേതാക്കൾ എന്നിവർക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ ഗവൺമെന്റ് ഡെഫിഷ്യൻസി വകുപ്പിന്റെ തലവനായ ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്കുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഒട്ടേറെ രാജ്യങ്ങൾക്കുമേൽ US ചുമത്തിയ വ്യാപാര തീരുവകൾ, ട്രംപിന്റെ വിവാദ ഗാസ സമാധാന പദ്ധതി, അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് സുപ്രധാന കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയങ്ങളും ചർച്ചകളുടെ ഭാഗമാകും. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യവും ട്രംപിനും മോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് കൂടിക്കാഴ്ച ഇത്ര വേഗം സാധ്യമായത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്കു ശേഷം വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തെ കാണുന്ന 4ാമത്തെ ലോക നേതാവാണ് മോദി. US-ലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹവുമായും കോർപ്പറേറ്റ് മേധാവികളുമായും ആശയവിനിമയം നടത്തിയേക്കും.